സമയം വൈകിട്ട് 6:10. അമ്മയും റിച്ചയും കൂടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് അച്ചപ്പം കുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് പെട്ടെന്നൊരാശ. ചത്താ പച്ച കാണാൻ പോയാലോന്ന്. എന്നാൽ പിന്നെ അമ്മേനെയും കൂട്ടി നേരെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ന് ഇടവക പള്ളിയിലെ വാർഷികമാണ്. അമ്മയ്ക്ക് ബൈബിൾ എഴുതിയതിനുള്ള സമ്മാനം കിട്ടുന്ന ദിവസമാണ്. എന്നാൽ പിന്നെ പള്ളിയിൽ പോയി അവാർഡ് വാങ്ങിയ ശേഷം സിനിമയ്ക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. അമ്മയുടെ അവാർഡ് നേരത്തെ കിട്ടിയെങ്കിലും മേമമാർക്ക് വേറെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് അമ്മ വരുന്നുള്ളൂ. അപ്പോൾ ഇനി അമ്മേനെ വെയിറ്റ് ചെയ്താൽ ഇന്നത്തെ സിനിമയ്ക്ക് കയറാൻ പറ്റില്ലെന്ന് മനസ്സിലായ ഞങ്ങൾ അമ്മയെ മേമമാരോടൊപ്പം വിട്ട് നേരെ തൃശ്ശൂർക്ക് വിട്ടു. ഇവിടെ നിന്ന് ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന വഴിയുടെ അവസ്ഥ വളരെ ശോചനീയമായതുകൊണ്ട് 2-2.5 വർഷങ്ങളായി ഞങ്ങൾ ആരും ആ വഴിക്ക് പോകാറില്ല. ഇത്രയും കാലമൊക്കെ ആയില്ലേ, എന്തായി അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാമെന്ന് വിചാരിച്ച ഞങ്ങളിപ്പോൾ ആരായി? ദേ കിടക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ ഓഫ് റോഡ് റൈഡൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലേ പോരെ. അങ്ങനെ വളരെ സാഹസികമായ യാത്രകൾക്കൊടുവിൽ തൃശ്ശൂർ ശോഭയിലെത്തി. WWE ഫാൻസിനെ ഈ സിനിമ ഇഷ്ടപ്പെടും എന്നറിഞ്ഞതുകൊണ്ട് ആ ഒരു ആവേശത്തിലാണ് എൻ്റെ നടപ്പ്. അങ്ങനെ 9:30-ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് റിച്ച നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. പോകുന്ന പോക്ക് കണ്ടത് തോന്നും എന്തോ വാങ്ങി മറിക്കാനുള്ള പോക്കാണ്. ഒന്നുമല്ല, ഒരു കാപ്പി കുടിക്കണം, പിന്നെ ഒരു ചനാ ഭട്ടൂറ. ചനാ ഭട്ടൂറ കിട്ടാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് ആളി. ദൈവമേ, ഇനിയിപ്പോൾ തിയേറ്ററിനകത്തുനിന്ന് നാച്ചോസ് വാങ്ങേണ്ടി വരും. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്ത് സിനിമയ്ക്ക് കയറ്റി. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ജോൺ സീന ഫാനിനെ ഒട്ടും വിഷമിപ്പിക്കാതെ സിനിമ അടിച്ച് പൊളിച്ച് കസറി. ഇടിപ്പടം ഒട്ടും ദഹിക്കാത്ത റിച്ചയ്ക്കും വലിയ ബോറടിയൊന്നും ഉണ്ടായില്ല എന്നത് സിനിമ ഒരു മസ്റ്റ് വാച്ചാണെന്നതിന് ഉറപ്പ് കൂട്ടുന്നു. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. സമയം 12:45. അപ്പോൾ ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. ഗുഡ് നൈറ്റ്.